ഞാൻ ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നതിന് വേണ്ടി എടുക്കുന്ന ഡയറ്റിൽ നമ്മൾ വരുത്തുന്ന തെറ്റുകൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കൂടുതലായി ശ്രദ്ധിച്ചാൽ നമുക്ക് ബോഡി മാസ് ഇൻഡെക്സ് മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ള കാര്യത്തെ പറ്റിയാണ്. അപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ് ഡയറ്റ് ചെയ്യുക, വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത്. ഇപ്പോഴത്തെ പുതിയ തലമുറ ചെയ്യുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ക്രാഷ് ഡയറ്റിലോട്ട് പോകുന്നു. അതായത് വേഗം വെയിറ്റ് കുറയണം എന്നുള്ളൊരാഗ്രഹത്തോടെ പെട്ടെന്ന് ഒരു കലോറി ഡെഫിസിറ്റ്, അതായത് നമ്മൾ എത്ര മാത്രം ഭക്ഷണം കഴിച്ചിരുന്നോ അതിൽ നിന്നും ഒരുപാട് താഴേക്കാക്കി ഒട്ടും കഴിക്കാതെ വെയിറ്റ് ലോസ് ചെയ്യാൻ ശ്രമിക്കുന്നവർ. ആദ്യത്തെ 2-3 ദിവസം ചിലപ്പോൾ ഒരു 1-2 ആഴ്ച നല്ലപോലെ റിസൾട്ട് കിട്ടുമെങ്കിലും പക്ഷെ പിന്നീട് അങ്ങോട്ട് കുറച്ച് ഫുഡ് കഴിച്ചാൽ തന്നെ വെയിറ്റ് വെക്കുന്ന, അതായത് ചെറിയ പോർഷൻ കഴിക്കുമ്പോൾ തന്നെ നല്ലപോലെ വെയിറ്റ് കൂടുന്ന ഒരു പ്രവണത ആ ബോഡിയിൽ കാണുന്നുണ്ട്. അതിന് പ്രത്യേക കാരണം എന്താണെന്ന് വെച്ചാൽ ഫാറ്റായിട്ട് അത് എന്ത് ചെറിയ സാധനമാണെങ്കിലും ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ബോഡിയിൽ ഉണ്ടാകുന്നു. കാരണം നമ്മൾ കഴിക്കുന്നത് കുറച്ചാണ് എന്ന് ബോഡി കാണുമ്പോൾ കൂടുതലും ഫാറ്റ് ആക്കാനുള്ള ഒരു ടെൻഡൻസി ബോഡിയിൽ കൂടുതലായിട്ട് കാണും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഭക്ഷണം കട്ട് ഓഫ് ചെയ്യരുത്. നമുക്ക് കറക്റ്റായിട്ട് 3 നേരം ഭക്ഷണം കഴിക്കാം. രാത്രി നമ്മൾ പൂർണ്ണമായിട്ട് റെസ്റ്റ് എടുക്കുന്നതുകൊണ്ട്, അതായത് ഉറങ്ങുന്ന ഒരവസ്ഥയിൽ കിടക്കുന്നതുകൊണ്ട് രാത്രിയുള്ള ഫുഡ് മാത്രം കുറച്ച് നേരത്തെ നമുക്ക് ഫുഡ് കഴിച്ച് തീർക്കാം. അല്ലാതെ അത് വലിയ കുഴപ്പം സൃഷ്ടിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രി നമ്മൾ പൂർണ്ണ റെസ്റ്റിലാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഭക്ഷണത്തിൻ്റെ അധികം ആവശ്യമില്ല, നമ്മളൊന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ മെറ്റബോളിസം, അതായത് ബോഡിയുടെ പ്രവർത്തനവും കുറവായിരിക്കും. അപ്പോൾ വലിയ പ്രശ്നമില്ല. ആ ഒരു 3 സമയത്ത് ഭക്ഷണം, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ ഭക്ഷണം കുറയ്ക്കുക എന്നുള്ളത്, അതായത് പട്ടിണി കിടക്കുക എന്നുള്ളൊരു അവസ്ഥ വരുമ്പോഴാണ് ഇങ്ങനെ ഈ ബോഡി തിരിഞ്ഞ് നമ്മളോട് പ്രവർത്തിക്കുന്നത്. അതായത് കുറച്ച് ഭക്ഷണത്തിൽ നിന്ന് ഇത്രയും ഫാറ്റ് രൂപപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് ചെയ്യാതിരിക്കുക. പിന്നെ രണ്ടാമതുള്ളത്, കാർബോഹൈഡ്രേറ്റ് മാത്രം കഴിച്ചിട്ട് ഡയറ്റ് ചെയ്യാന്നുള്ള ഒരു പ്രവണതയുണ്ട്. അതായത് കാർബോഹൈഡ്രേറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എളുപ്പം ഉണ്ടാക്കാവുന്നതും എളുപ്പം ഇഷ്ടവും. കൂടുതൽ പേർക്ക് ഇപ്പം നമ്മൾ അരി ആഹാരങ്ങൾ, ഗ്രെയിൻസ് ആണല്ലോ കൂടുതൽ കഴിക്കുന്നത്. അരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി, അങ്ങനത്തെ ഓട്സ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കാർബോഹൈഡ്രേറ്റിൽ പെടുന്നതാണ്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് മാത്രം വെച്ചിട്ട് ഡയറ്റ് ഒരിക്കലും ചെയ്യരുത്. ആദ്യം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പ്രോട്ടീനിനാണ്. പ്രോട്ടീനിലെല്ലാം വരുന്നുണ്ട്. നോൺ വെജ് ആണെങ്കിൽ കോഴിമുട്ട, കോഴിയിറച്ചി, ഇതിലെല്ലാം നല്ലപോലെ ഉണ്ട്. പയർവർഗ്ഗങ്ങളെല്ലാം, അല്ലെങ്കിൽ നമുക്ക് പനീർ, ഇതിലെല്ലാം കുറേ കാര്യങ്ങളിൽ, പാല്, ഇതിലൊക്കെ കൂടുതലും പ്രോട്ടീനാണ് വരുന്നത്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. പിന്നെ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ പയർവർഗ്ഗങ്ങൾ അതൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിലോട്ട് വന്നോളും. അപ്പോൾ പ്രത്യേകം നമ്മൾ കാർബോഹൈഡ്രേറ്റ് അധികമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ബാക്കി ഈ പറഞ്ഞ എല്ലാ ഷുഗർ ഐറ്റംസ് അല്ലെങ്കിൽ മൈദ, അതിലെല്ലാത്തിലും നമുക്ക് കൂടുതലും വരുന്ന കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ ബാക്കി ജങ്ക് ഫുഡുകളെല്ലാം ഒഴിവാക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ നമ്മൾ ഈവൻ ഡയറ്റിൽ ഇരിക്കുമ്പോൾ പോലും വെയിറ്റ് കുറയുന്നില്ല എന്നുള്ളതിൻ്റെ പ്രധാന കാരണം കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും മെയിൻ ഫുഡായിട്ട് വെച്ചിരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഓട്സ് പുട്ട് അല്ലെങ്കിൽ ഓട്സ് ദോശ, ഇതൊക്കെ ശരിക്കും കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. പ്രോട്ടീൻ അതിൽ അധികം വരുന്നില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ, പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എടുക്കേണ്ട ഫൈബറാണ്. വൈറ്റമിൻസും മിനറൽസും എല്ലാം കിട്ടുന്നത് നമ്മുടെ വെജിറ്റബിൾസിൻ്റെ ഏരിയ ഏറ്റവും ആദ്യമാണ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും വെക്കേണ്ടത്. ഇത് രണ്ടും ഏറ്റവും കൂടുതൽ കഴിച്ചിട്ട് അതിൻ്റെ കൂടെ പ്രോട്ടീൻ വെക്കുക. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോട്ടീൻ ഇതെല്ലാം വെക്കുമ്പോൾ തന്നെ അതിലൂടെ കാർബോഹൈഡ്രേറ്റ് കയറിപ്പോയിക്കോളും. കാർബോഹൈഡ്രേറ്റ് വേറെ എടുത്ത് കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യം കഴിക്കുന്ന വെജീസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എല്ലാ മീലിൻ്റെ കൂടെ നമുക്ക് വെജീസ് ആഡ് ചെയ്യാം. രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും ഈവൻ വൈകുന്നേരം ആയാലും ഒരു സ്നാക്ക് പോലെ കഴിച്ചിട്ട് അതോടുകൂടി ക്ലോസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വൈകുന്നേരം ഒത്തിരി ലേറ്റ് ആയിട്ട് ഒരു 5 മണി 6 മണിയോടുകൂടി ഭക്ഷണം ക്ലോസ് ചെയ്താലും നമുക്ക് ക്ഷീണമോ ആരോഗ്യത്തിന് ബുദ്ധിമുട്ടോ ഒന്നും കാണില്ല. കാരണം പിന്നെ നമ്മൾ റെസ്റ്റിംഗ് പൊസിഷനിലോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വെജീസും ഇതും കൂടുതലായിട്ട് എടുക്കാൻ ശ്രമിക്കാം. അതിൽ എല്ലാ ആവശ്യമുള്ള വൈറ്റമിൻസും മിനറൽസും എല്ലാം വരും. ഇനി എന്നിട്ടും ക്ഷീണമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ, നമുക്ക് വൈറ്റമിൻസ് കുറവാണെങ്കിൽ വൈറ്റമിൻ്റെ ടാബ്ലറ്റ്സ് നമുക്ക് ഇതിൻ്റെ കൂടെ ഡയറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ എടുക്കാവുന്നതാണ്. അതിനൊരു പ്രോബ്ലം ഇല്ല. വൈറ്റമിൻ്റെ ടാബ്ലറ്റ്സ് എടുക്കുന്നത് എപ്പോഴും ബോഡി ഉണർവോടെ നിൽക്കാൻ സാധിക്കുന്നു. ഓക്കെ, പിന്നെ ഉള്ളത് ഡീഹൈഡ്രേഷൻ. വെള്ളം ധാരാളം കുടിക്കുക. അത് കുടിക്കാതെ നമ്മൾ ബാക്കിയെല്ലാം കുറച്ചിട്ട് ഡയറ്റ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. കാരണം
മെറ്റബോളിസം, അതായത് ശരീരത്തിൻ്റെ മെറ്റബോളിസം ബേസ് ചെയ്തിരിക്കുന്നത് തന്നെ വാട്ടറിൻ്റെ മുകളിലാണ്, വെള്ളത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ധാരാളം കുടിക്കണം. ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ വെയിറ്റിൻ്റെ 20 കിലോന് 1 ലിറ്റർ എന്ന് വെച്ചിട്ട്, ഇപ്പോൾ 60 കിലോ ആണെങ്കിൽ 3 ലിറ്റർ വെള്ളം നമ്മൾ കുടിക്കണം. അത് എങ്ങനെയാണെങ്കിലും നമുക്ക് പിന്നെ മണിക്കൂറിൽ 1 ഗ്ലാസ് എന്നുള്ള നിലയ്ക്കോ എങ്ങനെയായാലും ഈ ഒരു 3 ലിറ്ററെങ്കിലും കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ദിവസം വെള്ളം കുടിച്ചിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ക്ഷീണം തോന്നും. പിന്നെ വെള്ളം ദാഹം വരുമ്പോൾ വെള്ളം തന്നെ കുടിക്കണം. വെള്ളം ദാഹം വരുമ്പോഴും നമ്മൾ ചില ആളുകളിൽ അത് വിശക്കുകയാണ് എന്നുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഒരു തെറ്റായ ചിന്ത വന്നിട്ട് സോളിഡ് ഫുഡ് എടുക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. അത് ഒഴിവാക്കണം. ദാഹിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് വിശക്കുന്ന സമയത്തും ഈവൻ വെള്ളം കുടിച്ചിട്ട്, അതായത് സ്നാക്ക് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ രാവിലെ ഉച്ച വൈകുന്നേരം എന്നുള്ളൊരു ഇതിലാണ് ഡയറ്റ് പോകുന്നതെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും നമുക്ക് വിശപ്പ് തോന്നുവാണെങ്കിലും കുറച്ച് വെള്ളം കുടിച്ചിട്ട് അത് മാറുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം ശരിക്കുള്ള സോളിഡ് ഫുഡ് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് വിശപ്പ് കൂട്ടേ ഉള്ളൂ. ഓരോ പ്രാവശ്യം കാർബ്സ് കഴിക്കുമ്പോഴും വീണ്ടും വീണ്ടും കഴിക്കണം എന്നുള്ള ചിന്ത വരും. അതുകൊണ്ട് സ്നാക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ സോളിഡ് ഫുഡ് എടുക്കുവാണെങ്കിലും ഒന്നില്ലെങ്കിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എടുക്കുക, അതിലേതെങ്കിലും. അല്ലെങ്കിൽ നമ്മൾ എന്തെടുക്കുക, പ്രോട്ടീനിൽ വരുന്ന എന്തെങ്കിലും പയർവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ ചിക്കൻ്റെ ഒരു പീസോ ഫിഷിൻ്റെ ഒരു പീസോ അങ്ങനെയൊക്കെ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഇനിയുള്ളത് ഉറക്കമാണ്. ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ കലോറി ഡെഫിസിറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഷുഗർ ഒന്നും അധികം കഴിക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ നമുക്ക് നല്ല ക്ഷീണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പ്ലസ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ എക്സർസൈസും ചെയ്യുന്നുണ്ട്. എക്സർസൈസിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എക്സർസൈസും ചെയ്യുന്ന സമയത്ത് ക്ഷീണം ഉണ്ടാവാം. അതുകൊണ്ട് 8 മണിക്കൂർ 7 മുതൽ 8 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ലീപ്പ് തന്നെ ഇങ്ങനത്തെ ആൾക്കാർക്ക് കിട്ടണം. ഇടയ്ക്കിടയ്ക്ക് വിട്ട് ഉറങ്ങുന്നത് നല്ലതല്ല. അപ്പം കണ്ടിന്യൂസ് ആയിട്ട്, ഇപ്പോൾ ലേറ്റ് ആയിട്ട് ഉറങ്ങേണ്ട അവസ്ഥയാണ്, നമുക്ക് ജോലി അത്രയും ഉണ്ടെങ്കിൽ ഇപ്പോൾ 12 മണിക്കൂർ ഉറങ്ങിയാലും ഇഷ്യൂ വരുന്നില്ല. ഉറങ്ങി കറക്റ്റായിട്ട് ഒരു 8 മണിക്കൂർ ഗ്യാപ്പിൽ ഉണരുന്ന ഒരവസ്ഥയിലോട്ട് കൊണ്ടുവരണം. അങ്ങനെയല്ല ഏറ്റവും നല്ലത് നേരത്തെ കിടന്ന് എഴുന്നേൽക്കുന്നതാണ്. പക്ഷെ അത് നടക്കുന്നില്ലെങ്കിലും മാക്സിമം ഒരു 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങാൻ ശ്രമിക്കുക. പിന്നെ ഉള്ളത് നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ വരുത്തുന്ന മിസ്റ്റേക്കുകളാണ്. അതിൽ ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൽ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ അതിൻ്റെ ബേസിക് ടൈമിങ് 16:8 ആണ്. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ പോവുക. 16 മണിക്കൂർ ഫാസ്റ്റിങ്ങും 8 മണിക്കൂർ ഭക്ഷണവും, ആ ഒരു അവസ്ഥയിൽ തന്നെ പോവുക. അത് ഒരിക്കലും രാവിലെ നേരത്തെ എടുക്കാതിരിക്കുക. എപ്പോഴും ഈവനിങ് മുതൽ അടുത്ത ദിവസം രാവിലെ വരെയാണ് ഏറ്റവും നല്ല സമയം. ഇനി ഈവനിങ് നിങ്ങൾക്ക് പറ്റുന്നില്ല, അതായത് ഒരു 10 മണിക്കാണ് നമ്മുടെ ഫാസ്റ്റിംഗ് തുടങ്ങണമെങ്കിൽ രാവിലെ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കഴിക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ് ടൈമിങ്. അല്ലാതെ രാവിലെ നേരങ്ങളിൽ, ഇപ്പോൾ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം വരെ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് രാത്രി ഇരുന്ന് കഴിക്കുന്നത് അത് ഒരു എന്താ പറയുക, ഭയങ്കര ഡിസോർഗനൈസ്ഡ് ആവും നമ്മുടെ. അപ്പോൾ പിന്നെ ഭക്ഷണം കഴിച്ചാലും ക്ഷീണം നമുക്ക് മാറാതെ നിൽക്കുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ബേസിക്കലി 16:8 എന്നുള്ള രീതിയിൽ തന്നെ പോകാൻ ശ്രമിക്കുക. അതേപോലെ നമ്മൾ കീറ്റോ ഡയറ്റ് എടുക്കുന്നവരാണെങ്കിൽ അതും കീറ്റോസിസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതായത് ഫാറ്റ് മാത്രമാണ് അവർ കഴിക്കുന്നത് മെയിനായിട്ട്. അതിൻ്റെ പുറകെ വരുന്നത് പ്രോട്ടീനും കാർബോ ഒട്ടും എടുക്കുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബോഡിയിൽ കീറ്റോസിസ് ആണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ആളുകൾ എപ്പോഴും കൊളസ്ട്രോളും അതേപോലെ യൂറിക് ആസിഡും ശരീരത്തിൽ മാറുന്നുണ്ടോ എന്നുള്ളത് മന്ത്ലി തന്നെ ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എപ്പോഴും നോക്കുക, യൂറിക് ആസിഡ് ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും ലിപ്പിഡ് പ്രൊഫൈൽ മൊത്തമായിട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ടോട്ടൽ കൊളസ്ട്രോൾ എങ്കിലും നിങ്ങൾ ഒരു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. എല്ലാ മാസത്തിലും ഒരു പ്രാവശ്യമെങ്കിലും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം, ടോട്ടൽ കൊളസ്ട്രോളും അതേപോലെ തന്നെ യൂറിക് ആസിഡും അങ്ങനത്തെ ആളുകൾ. ഓക്കെ. പിന്നെ ഒരു തെറ്റ് വരുത്തുന്നത് കോഫി കുടിക്കുന്ന ആളുകളിൽ ചില സമയങ്ങളിൽ നെഞ്ചിടിപ്പ് കാണാറുണ്ട്, അതായത് പാൽപിറ്റേഷൻ. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ കോഫി ആയിട്ട് നിങ്ങൾക്ക് അലർജി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹാർട്ടിൻ്റെ ECGയോ എക്കോയോ ഒക്കെ എടുത്ത് നോക്കേണ്ട അത്യാവശ്യമാണ്. കാരണം ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ അറിയാതെ പോകുന്ന ഹാർട്ടിൻ്റെ കുറേ കംപ്ലയിൻസിൽ ആദ്യം കാണിക്കുന്നത് പാൽപിറ്റേഷനാണ്. അതും പ്രത്യേകിച്ച് കോഫി കുടിക്കുമ്പോൾ. അപ്പോൾ കോഫി ഡയറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ബട്ടർ കോഫി കുടിക്കുന്നവരുണ്ട്, രാവിലെ വെറുതെ കോഫി കുടിക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്നവർ അങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ഫിസിഷ്യനെ കാണണം. ഒന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹാർട്ടിൻ്റെ ഹെൽത്ത് ഉറപ്പാക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അലർജി ആണെങ്കിൽ അത് ഒഴിവാക്കണം. കോഫി എന്നുള്ളത് ഒഴിവാക്കുകയും വേണം.
പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇതൊക്കെയാണ് സാധാരണ തെറ്റ്. പിന്നെ നമ്മൾ ഓട്സ് ഒരുപാട് ആൾക്കാർ ഓട്സ് ഒക്കെ കഴിച്ചിട്ട് ഡയറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഓട്സ് കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ബ്ലോട്ടിങ്ങും വയറിന് ഗ്യാസും ഒക്കെ വരുന്നവർ ഓട്സ് ഒന്നില്ലെങ്കിൽ കുറുക്കി തന്നെ കുടിക്കുക. അതിൽ ഫൈറ്റിക് ആസിഡ് ഉണ്ട്. അപ്പോൾ അത് ഫൈറ്റേറ്റ് ആയിട്ട് കുറഞ്ഞു വരണമെങ്കിൽ ഒന്നിനെ കുറുക്കി തന്നെ കറക്റ്റായിട്ട് പാലിൽ കുറുക്കി കുടിക്കുക. ഉപ്പിട്ട് കഴിക്കുക, പഞ്ചസാര ഇട്ടിട്ട് കഴിച്ചിട്ട് യാതൊരു കാര്യമില്ല. സാധാരണ ചോറ് കഴിക്കുന്നതിനേക്കാട്ടിലും വെയിറ്റ് കൂടത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് ചെയ്യുക. പിന്നെ കുറുക്കി കുടിക്കുക. അല്ലെങ്കിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട്, അതായത് കുതിർത്ത് വെച്ചിട്ട് രാവിലെ മാത്രം ഓട്സ് കഴിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാതെ നമ്മൾ വെറുതെ ഓട്സിൻ്റെ രീതിയിൽ കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് വയറിൽ ഗ്യാസോ പ്രോട്ടീനോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ചിയ സീഡ്സ്, ഇപ്പോൾ കോമൺ ആയിട്ട് ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, സൺഫ്ലവർ, അങ്ങനെ ഒരുപാട് സീഡുകളുണ്ട്. എല്ലാം പ്രോട്ടീൻ്റെ കലവറയാണ്, നല്ല സാധനങ്ങളാണ്. പക്ഷേ ചിയ സീഡൊക്കെ കുതിർത്തി കഴിക്കേണ്ടവയാണെങ്കിൽ കുതിർത്തി തന്നെ കഴിക്കണം. അത് കുതിർത്താതെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വെയിറ്റ് കുറയുന്നതിന് പകരം വെയിറ്റ് കൂടുന്ന ഒരു പ്രവണത ആളുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പം എങ്ങനെയാണോ നമ്മുടെ ഡയറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ ആദ്യം വരേണ്ടത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, രണ്ടാമത് വരുന്നത് പയർവർഗ്ഗങ്ങൾ, മീന്, മുട്ട, കോഴി, ഇറച്ചികൾ, എല്ലാത്തരം മീറ്റുകളും അങ്ങനെയൊക്കെ വരിക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ ഇപ്പം കഴിക്കുന്ന ഈ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ. അതിലും ഏറ്റവും മോശമായിട്ടുള്ളതാണ് നമ്മുടെ ഷുഗറി ഐറ്റംസ്. വൈറ്റ് ഷുഗർ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. നമ്മളൊരു ഡയറ്റ് എടുക്കുന്നുണ്ട്, നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് കുറയ്ക്കണം, നമുക്ക് വെയിറ്റും ഹൈറ്റും അനുപാതത്തിൽ നിൽക്കണം എന്നൊക്കെയുള്ളവർ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് ഈ ഒരു ഐഡിയയിൽ പോവുകയാണെങ്കിൽ കുറേയൊക്കെ തെറ്റുകൾ നമുക്ക് ക്ലിയർ ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് ഒരു വെയിറ്റ് കറക്റ്റാക്കി വെക്കാനും സാധിക്കും. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡയറ്റൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അതിലെ തെറ്റുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.